ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണ്ടല്ലോ, നമ്മൾ ബേക്കറികളിലൊക്കെ ചെല്ലുന്ന സമയത്ത് ആ ചില്ല് കൂട്ടിൽ ലൈറ്റ് യെല്ലോ കളർ നല്ല പഞ്ഞി പോലെ പീസാക്കി വെച്ചിട്ടുള്ള ടീ കേക്കുകൾ കാണാറില്ലേ? അപ്പോൾ ആ ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. അതൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. പിന്നെ താഴെ കാണുന്ന ആ ഓൾ ബട്ടണും കൂടെ പ്രസ് ചെയ്താൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം നമുക്ക് മൈദയൊക്കെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് 1 കപ്പ് മൈദ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വേണം, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി വേണം, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം. ഇത് അത്രയും അരിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഈ ഒരു കേക്കിൽ ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് നമുക്കൊരു 4 മുട്ട എടുത്തിട്ട് അതിൻ്റെ ആ ഒരു മഞ്ഞയും വെള്ളയും നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാവേ. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മുട്ടയുടെ വെള്ളയിലേക്ക് ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശമോ അല്ലെങ്കിൽ ആ മുട്ടയുടെ മഞ്ഞ ചാടും ഒന്നും ചെയ്യരുതേ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മുട്ടവെള്ളം നന്നായിട്ട് പതഞ്ഞ് കിട്ടിയില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ മുട്ടവെള്ളയിലേക്ക് 1 പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് പതപ്പിച്ചെടുക്കണം. ഒന്ന് പതഞ്ഞ് വന്നാൽ നമുക്ക് പൊടിച്ചിട്ടുള്ളൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പാത്രം കമഴ്ത്തി നോക്കിയാൽ പോലും താഴോട്ട് പോകാത്ത രീതിയിൽ വേണം നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്ക് എങ്ങനെ ഈ മുട്ടവെള്ളം നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ അടുത്ത ദിവസം തന്നെ. അപ്പോൾ നമ്മൾ മുട്ടവെള്ളം മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമ്മുടെ ഒരു മുട്ടയുടെ മഞ്ഞക്കരു എടുത്തതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം പൈനാപ്പിൾ എസൻസും പിന്നെ ബട്ടർ എസൻസും മിൽക്ക് എസൻസും ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുക. ആ മുട്ടയുടെ മണമൊക്കെ അങ്ങ് മാറിക്കോളും. ഇനിയിപ്പം ബട്ടർ എസൻസും മിൽക്ക് എസൻസും ഒന്നും ഇല്ലെങ്കിൽ ആ പൈനാപ്പിൾ എസൻസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി എടുത്തിട്ടുണ്ട്. മൊത്തം നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര വേണം. അപ്പോൾ 1/2 കപ്പ് നമ്മൾ മുട്ടവെള്ളയിലും ചേർത്തു, 1/2 കപ്പ് നമ്മളിപ്പോൾ ഈ മുട്ടയുടെ മഞ്ഞയിലും ചേർത്തു. പിന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ വേണം. അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ ചെറിയ ചൂടുള്ള പാലാണ്. അപ്പോൾ പാലും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. വേണമെങ്കിൽ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂണോ സ്പാച്ചിലോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ എപ്പോഴും വിസ്കാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആ ബാറ്റർ ഒന്ന് റെഡിയായി. പിന്നെ ആ ബേക്കറിയിലെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് യെല്ലോ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കേക്കൊക്കെ സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കാത്തവരാണെങ്കിൽ ഈ കളറോ അല്ലെങ്കിൽ പാൽപ്പൊടിയും കോൺഫ്ലോർ ഒന്നും കാണത്തില്ല. അതൊക്കെ ഇല്ലെങ്കിൽ അങ്ങ് സ്കിപ്പ് ചെയ്തോ. അപ്പോൾ എൻ്റെ അടുത്ത് യെല്ലോ കളർ ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് യെല്ലോ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ യെല്ലോ കളർ കൂടുതലുണ്ടല്ലേ, പക്ഷെ അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഈ മുട്ടവെള്ളം അങ്ങ് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് കളറായിക്കോളും. നമുക്ക് ആ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടവെള്ളം ഇതുപോലെ കുറച്ച് ചേർത്തിട്ട് നമുക്ക് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാവേ. ഇത് ചേർത്ത് കൊടുക്കണ സമയത്ത് ഓവറായിട്ട് അങ്ങ് ഇളക്കി മിക്സ് ചെയ്യരുത്. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് സ്പോഞ്ചി ആയിട്ടൊന്നും കിട്ടത്തില്ല. ഇങ്ങനെ നല്ല കട്ടിയായി പോകും, റബ്ബർ പോലെ ആയി പോകും. അപ്പം അതുകൊണ്ട് കുറച്ച് ക്ഷമയോടെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ചിങ്ങനെ കിടക്കും കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. നമ്മളൊന്ന് ക്ഷമയോടെ മിക്സ് ചെയ്ത് ഓക്കെ ആയിക്കോളും. ഇതുപോലെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ടിന്ന് ഓയിലൊക്കെ ഒഴിച്ചൊന്ന് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ച് എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് ടാപ്പ് കൂടി ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു 30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനൊക്കെ അനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയം മാറ്റം വരും. ഇനി ഓവനില്ലാത്തവർ ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യുന്നവരാണെങ്കിലുണ്ടല്ലോ, നല്ല അടികട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിനുള്ളിലൊരു റിങ്ങും കൂടി ഇറക്കി വെക്കണം. അതിനുശേഷം മൂടി വെച്ച് നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണേ. അതിനുശേഷം ഉണ്ടല്ലോ 10 മിനിറ്റ് കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ ഈ ഒരു ബാറ്റർ ഇറക്കി വെച്ചിട്ട് ഒരു 35-40 മിനിറ്റ്, ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് മാറ്റം വരും കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടല്ലോ, ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് ഒന്ന് തണുത്ത് വരട്ടെ. ശരിക്കും 2 ദിവസമൊക്കെ കഴിഞ്ഞ് കട്ട് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ വരുന്നത്. അങ്ങനെ കേക്ക് തണുത്ത് വന്നിട്ടുണ്ട്. കേക്കിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തീ കേക്കൊക്കെ ആയിട്ട് മുറിച്ച് വെക്കുമ്പോഴേ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നിങ്ങളൊന്ന് നോക്കിയേ,
നല്ല അടിപൊളിയായിട്ടില്ലേ? കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ആ ബേക്കറി കിട്ടുന്ന അതേ ടെക്സ്ചറിലുള്ള ഒരു കേക്ക് നമ്മളിപ്പോൾ വീട്ടിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ടീ കേക്ക്. ഇനി ഈ കേക്ക് സെയിൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ടീ കേക്കായിട്ടൊക്കെ സെയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നല്ല പഞ്ഞി പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിളിൻ്റെ ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫ്ലേവറല്ലേ? കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒത്തിരി ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ്. ഈ ഒരു കേക്കൊക്കെ ഇതുപോലെ പീസാക്കി ഉണ്ടാക്കി വെച്ച് നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ടിഫിൻ ബോക്സിൽ സ്നാക്സ് ഒക്കെ ആയിട്ട് നമുക്ക് കൊടുത്തു വിടാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുന്ന കാര്യം കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.